മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടില്ലെന്ന് അള്ളാഹുതആല ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു തീ കണ്ട ആ സന്ദർഭം. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് അന്നൊരു കിബുത്തിയായിട്ട് സൈക്കാരം പിടിച്ചാൻ പോയി. കിബുത്തി മരിച്ച് അങ്ങനെ ഗത്യന്തരല്ലാതെ പെട്ടെന്ന് ഈജിപ്ത് വിട്ട് മദായിലേക്ക് പോയതാണ്, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലേക്ക്. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് അവിടെ ഷുഐബ് നബിന്റെ ആടൊക്കെ നോക്കി മകളെ കല്യാണം കഴിച്ച് തിരിച്ചു വരികയാണ്. ഈജിപ്തിലേക്കുള്ള ആ വഴിയാണ്. അപ്പോൾ ആ തൂരി സീന മലയിലെത്തിയപ്പോൾ പറയാൻ അവിടെ ഒരു തീ കാണുന്നുണ്ട്, ഞാൻ അവിടെ പോയി നോക്കാം. വഴി വയസ്സാണ്, രാത്രി കൂരിരുട്ടിലാണ്, പരിചയമില്ലാത്ത സ്ഥലമാണ്, രാത്രിയാണ്. അങ്ങനെ വഴിയൊക്കെ തെറ്റി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ തീ കാണുന്നത്. അങ്ങനെ നബി ആ തീയിന്റെ അടുത്ത് എത്തിയപ്പോ നബിയെ വിളിക്കപ്പെട്ടു, യാ മൂസ ഇന്നി അന റബ്ബുക, നിശ്ചയം ഞാൻ അങ്ങയുടെ റബ്ബാണ്. ഫഖ്ലനയിലേക്ക, ചെരുപ്പ് അയച്ചു വെക്കണം. എന്തുകൊണ്ട്? അങ്ങ് പരിശുദ്ധമായ തുവാത്തായവരയിലാണ് ഇപ്പോ ചെരുപ്പ് കൂരി വെക്കണം എന്ന്. ഞാൻ അള്ളയാണ്, ഞാൻ റബ്ബാണ്, ഞാൻ അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു ദൗത്യത്തിന് അല്ലാഹുതആല ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വഹി നൽകപ്പെടുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ഞാൻ അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാത്ത ആരാധനേതുമില്ല. അതന്നെ ആദ്യത്തെ കാര്യം. മൂസാ നബിയോട് പറയണോ അതന്നെയാണ്, എല്ലാ നബിമാരും പറഞ്ഞോ അതന്നെയാണ്. മോമിനികളെ അതന്നെയാണ് ഞാൻ നമ്മൾ പറഞ്ഞത്. ഫഅബ്ദുനി, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം. വ അഖിമി സ്വലാത്ത ലിദിക്രി, വ അഖിമി സ്വലാത്ത, അങ്ങ് നിസ്കാരത്തെ നിലനിർത്തണം. ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. നിസ്സംശയം അന്ത്യദിനം വരും. അതെന്നാണെന്ന ഡേറ്റ് ഞാൻ മറച്ചു വെക്കുകയാണ്. എന്തിനാണ് ഒരു അന്ത്യദിനം? ഏതൊരു ആത്മാവും അത് ചെയ്തതിന്റെ നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അത് ട്രംപ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ആരാണെങ്കിലും ചെയ്തത് അനുഭവിക്കണ്ടേ? ഇവിടുന്ന് അനുഭവിച്ചോളന്നില്ല, അതിനൊരു ഇടം വേണം. അതുകൊണ്ട് എന്തായാലും ചെയ്യാമെന്നാണ്. ഇവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു അല്ലാത്ത ആരാധനയില്ല, ഷിർക്കാണ് അള്ളാഹുതആല അവിടെ ആദ്യമായിട്ട് കണ്ടിച്ചത്. പിന്നെ എന്ത് പറഞ്ഞു? എന്നെ മാത്രം ആരാധിക്കണോ, അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നിസ്കരിച്ച പോരാ, നിസ്കാരത്തെ എന്തിന് എന്നെ കുറിച്ചുള്ള ഓർമ്മ വേണം. അത് ആത്യന്തികമായ ഒരു കാര്യമാണ്. അള്ളാഹിനെ കുറിച്ച് അടിമക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. സൃഷ്ടാവുണ്ട്, പരിപാലകനുണ്ട് എന്നുള്ള ഓർമ്മ അടിമക്ക് ദുനിയാവിൽ വേണം. അള്ളാഹിനെ മറക്കാൻ പറ്റൂല. അതിന് നിസ്കരിച്ചാൽ പോരാ. അതിന് നിസ്കാരത്തിന് എന്ത് ചെയ്യണം? ഇപ്പൊ സംഗതി മനസ്സിലായോ?